ക്രിക്കറ്റ് മാന്യന്മാരുടെ കളിയാണ്. ഈ വിനോദത്തിന്റെ ഉത്ഭവം മുതലേ ഈ വാചകം പ്രചാരത്തിലുണ്ട്. ക്രിക്കറ്റിന്റെ മാന്യതയെ ഉയർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഔട്ടെന്ന് ഉറപ്പാണെങ്കിൽ അമ്പയറുടെ തീരുമാനത്തിന് കാത്തുനിൽക്കാതെ പലരും ക്രീസ് വിട്ടിട്ടുണ്ട്. സച്ചിൻ തെണ്ടുൽക്കറും ആദം ഗിൽക്രിസ്റ്റും കുമാർ സംഗക്കാരെയുമെല്ലാം ക്രിക്കറ്റിന്റെ മാന്യതയെ ഉയർത്തിയവരാണ്. ചിലപ്പോഴൊക്കെ ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് കളങ്കവുമേറ്റു. പല താരങ്ങളും അമ്പയറുടെ തീരുമാനത്തോട് പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. IPL-ൽ മുംബൈ ഇന്ത്യൻസിനെതിരെ സൺറൈസേഴ്സ് താരം ഇഷാൻ കിഷൻ ചെയ്തത് മാന്യമായ പ്രവൃത്തിയോ, അതോ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നോ? സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ആരാധകരുടെ ചർച്ച ഇക്കാര്യമാണ്. മുംബൈ ഇന്ത്യൻസിന്റെ ദീപക് ചഹറാണ് ബൗളർ. ലെഗ് സൈഡിൽ വന്ന പന്ത് ഇഷാന്റെ ബാറ്റിംഗ് ശ്രമത്തെ മറികടന്ന് വിക്കറ്റ് കീപ്പർ റയാൻ റിക്ലത്തണിന്റെ കൈകളിലെത്തി. വൈഡെന്ന് കരുതി ദീപക് ചഹർ തിരിഞ്ഞു നടന്നു. എന്നാൽ അമ്പയറുടെ കൈകൾ ഔട്ട് വിധിച്ചത് കണ്ട് ദീപക് അത്ഭുതപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ ആശയക്കുഴപ്പത്തിലായിരുന്നു അമ്പയർ വിനോദ് സെഷാൻ. ആദ്യം വൈഡ് വിളിക്കാനാണ് അമ്പയർ തീരുമാനിച്ചത്. പക്ഷേ അമ്പയറുടെ തീരുമാനത്തിന് കാത്തുനിൽക്കാതെ ഇഷാൻ ക്രീസ് വിട്ട് നടന്നകന്നിരുന്നു. ഇതോടെ ഇഷാന്റെ തീരുമാനമാകും ശരിയെന്ന് കരുതി അമ്പയർ ഔട്ട് വിധിക്കുകയും ചെയ്തു. സംശയമുള്ള തീരുമാനം എടുക്കും മുമ്പേ ഇഷാനെ തിരിച്ചു വിളിക്കാനോ തേർഡ് അമ്പയറിന്റെ പരിശോധനയ്ക്ക് വിടാനോ ഫീൽഡ് അമ്പയറും തയ്യാറായില്ല. ക്രിക്കറ്റിന്റെ മാന്യതയെ ഉയർത്തിയ കിഷനെ മുംബൈ ഇന്ത്യൻസ് താരങ്ങൾ ഉൾപ്പെടെ അഭിനന്ദിക്കുകയും ചെയ്തു. ടെലിവിഷൻ റീപ്ലേകളിലാണ് കഥയിലെ ട്വിസ്റ്റ് പുറത്തു വന്നത്. ഇഷാൻ കിഷന്റെ ബാറ്റിൽ പന്ത് ടച്ച് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് കിഷൻ ക്രീസ് വിട്ടത്? മാന്യതയല്ല, പഴയ ടീമിനോടുള്ള ഇഷ്ടം ഇപ്പോഴും ഇഷന്റെ മനസ്സിലുണ്ടെന്ന് ആരാധകരിൽ ചിലർ. മുകേഷ് അംബാനിയുടെ മുംബൈ ഇന്ത്യൻസിന് അനുകൂലമായിരുന്നു അമ്പയറിന്റെ തീരുമാനമെന്ന് മറ്റു ചിലർ പറയുന്നു. എന്തായാലും സീസണിൽ സെഞ്ചുറിയോടെ തുടങ്ങിയ ഇഷാൻ കിഷന് പിന്നീട് ഒരിക്കലും തിളങ്ങാനായിട്ടില്ല. ഹെൻറിച്ച് ക്ലാസിന്റെയും അഭിനവ് മനോഹറിന്റെയും മികവിൽ സൺറൈസേഴ്സ് ഭേദപ്പെട്ട സ്കോറിലെത്തി. പക്ഷേ മത്സരം വിജയിക്കാൻ സൺറൈസേഴ്സിന് കഴിഞ്ഞില്ല. വിജയം മുംബൈ ഇന്ത്യൻസിനെ പോയിന്റ് പട്ടികയിൽ 7-ൽ നിന്നും 3-ാം സ്ഥാനത്തെത്തിച്ചു. പക്ഷേ ഇഷാന്റെ തീരുമാനം മാത്രം ബാക്കിയായി. സൺറൈസേഴ്സിനും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും പ്രതീക്ഷയായ യുവതാരം ഏറെ മോശം പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു.